നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിലെ രണ്ട് രാഷ്ട്രീയക്കാരാണ് രാഹുൽ മാങ്കൂട്ടവും ഗണേഷ് കുമാർ എന്ന മന്ത്രിയും. രാഹുൽ മാങ്കൂട്ടം MLA ആണ്, ഗണേഷ് കുമാർ മന്ത്രിയുമാണ്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് നീതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞ ഉടൻ തന്നെ അയാൾ രാജിവെക്കണമെന്നും അയാൾ ഇനി കേരളത്തിൽ ജീവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അയാളെ പിന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, സമരം, അടി, ബഹളം എന്തൊക്കെയാണ് നാം കണ്ടത്. എന്നാൽ ഇപ്പോ ഒരു മന്ത്രിയുടെ പേരിൽ സ്വന്തം ഭാര്യ തന്നെ അവരുടെ കിടപ്പറയിൽ വെച്ച് തന്നെ അവിഹിത ബന്ധം നടക്കുന്നത് അവർ കണ്ടു എന്നും അവരുടെ കയ്യിൽ അതിന്റെ ഫോട്ടോകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെതിരെ പ്രതികരണമില്ല, കേസില്ല, വഴക്കില്ല, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട. ഇതാണ് കേരളത്തിന്റെ ഇരട്ട നീതി. ആര് സ്ത്രീകളോട് മോശം ചെയ്താലും അതിനെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരു മന്ത്രിയുടെ പേരിൽ ഇത്രയും ക്ലിയറായ തെളിവുകൾ രേഖാസഹിതം പുറത്തു വന്നിട്ടും അദ്ദേഹത്തിന് രാജിവെക്കാൻ പറയുന്നില്ല. ഇതാണ് വ്യത്യസ്തമായ നീതി നടപ്പാക്കൽ. അദ്ദേഹം തന്നെ പറയുന്നു 5000 പ്രണയങ്ങളുണ്ടെന്ന്. 5000 പേരെ പ്രണയിക്കുന്നതും 10000 പേരെ പ്രണയിക്കുന്നതും ഒന്നും വലിയ കാര്യമല്ല. പക്ഷെ ഭാര്യ കണ്ടത് സത്യമല്ലേ? ആരെ വേണമെങ്കിലും പ്രണയിക്കാമല്ലോ. അവരറിയുന്നില്ലല്ലോ, ഈ 10000 പേരും അറിയുന്നില്ല നമ്മൾ അവരെ പ്രേമിക്കുന്ന കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് 3000 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടും. 3000-ൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാവും. എന്ത് ബന്ധം എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ ഗണേഷ് കുമാർ എന്ന മന്ത്രിയും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം അവിഹിതമാണെന്ന് സ്വന്തം ഭാര്യ തന്നെ കാണുകയും അവർ അതിന്റെ ഫോട്ടോയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ആ രീതിയിൽ ഒരു പരാതി പറഞ്ഞാലും അതിനെ സ്വീകരിക്കില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമം എങ്ങോട്ടാണ് പോകുന്നത്? മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനി വരുന്ന മന്ത്രിക്ക് MLA-ക്കും ഒക്കെ സ്ത്രീകളോട് മോശം പെരുമാറാതിരിക്കാൻ ഒരു തോന്നൽ ഉണ്ടാവുകയുള്ളൂ. മന്ത്രി രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ കേരളത്തിന്റെ നീതി എല്ലാവർക്കും തുല്യമായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്.